ശ്രീ എം പ്രകാശൻ മാസ്റ്റർ, ഇതാണോ ഈ ചോരതിളപ്പ്? എവിടെയാണ് കേരളത്തിൻ്റെ ചോരതിളപ്പ് കാണുന്നത്? മുഖ്യമന്ത്രിയുടെ വാക്കുകളിലില്ല. നാളെ ഇപ്പോൾ ആരെയും തോൽപ്പിക്കാനല്ല എന്ന് പറയുന്നു, തോൽപ്പിക്കുക തന്നെ വേണം. കേരളം കടുത്ത അനീതി നേരിടുകയാണ്, അതിൻ്റെ കാരണക്കാരായവർ തോൽക്കുക തന്നെ വേണം. അതാണല്ലോ ഈ കേരള ജനതയെ ഒന്നാകെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇവരെല്ലാം പോയി അവിടെ നിൽക്കുമ്പോൾ അതിലൂടെ കിട്ടേണ്ട സന്ദേശം. ആ രോഷത്തിൻ്റെ അഭാവം എന്തുകൊണ്ട്? ഈ ക്ഷീരമുള്ളോരകടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്ന് ഒരു കവി പാടിയിട്ടുണ്ട്. നിങ്ങളെപ്പോലുള്ളവരെയാണ് അത് അന്വർത്ഥമാക്കുന്നത്. ഇവിടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ഒരിക്കലും ഇല്ലാത്ത രൂപത്തിൽ ഒരു ഗവൺമെൻറ് ആകെ എം എൽ എമാരും എം പിമാരും ആകെ അവർ സമരത്തിന് ചെല്ലുകയാണ്. കേരളത്തിലെ മുഴുവൻ എം പിമാരും മുഴുവൻ എം എൽ എമാരും പങ്കെടുക്കണം എന്നാണ് പ്രകാശ് മാഷെ അങ്ങനെ ഇനി പറഞ്ഞുകൂടാ. അതോടൊപ്പം തന്നെ കർണാടക ആ രൂപത്തിൽ സമരം നടത്തി കഴിഞ്ഞു, അതുകൊണ്ട് രാജ്യത്തെ ആദ്യത്തെ സമരം എന്ന് പറയാൻ കഴിയില്ല. നിങ്ങൾക്ക് ചില ഉദ്ദേശം ഉണ്ടാവും, എന്നെ പറയാൻ അനുവദിക്കും. ആളുകൾ മനസ്സിലാക്കട്ടെന്ന്. നിങ്ങളെന്തിനാ എൻ്റെ വായി കയറിയിട്ട് നിങ്ങൾ അല്ലാതെ തന്നെ 3 പേരെ പറയാൻ ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ. നിങ്ങളടക്കം 4 പേരാവേണ്ട കാര്യമില്ല. ഈ 3 പേർക്ക് എതിരായിട്ട് വർത്തമാനം പറയാൻ ഞാനല്ലേ ഉള്ളൂ. അതൊക്കെ പ്രേക്ഷകർ തീരുമാനിക്കട്ടെന്ന്. ഞാൻ പറയുന്നത് രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ഒരിക്കലും ഇല്ലാത്ത രൂപത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര അവഗണനയും അടിസ്ഥാനപ്പെടുത്തി സുപ്രീം കോടതിക്ക് മുമ്പിൽ ഒരു സ്റ്റേറ്റ് പോയിരിക്കുകയാണ്. രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ അത്തരൊരു സംഭവം അറിയില്ല. ഭരണഘടനയുടെ പ്രത്യേക അധികാരം ഉപയോഗിച്ചുകൊണ്ട് കേരളത്തോട് കാണിക്കുന്ന ഈ അന്യായം അവസാനിപ്പിക്കാൻ ഇടപെടണം. ഭരണഘടന 131 ആർട്ടിക്കിൾ അനുസരിച്ച് എന്നാവശ്യപ്പെട്ട ഒരു സ്റ്റേറ്റ് ഉണ്ടോ ഇന്ത്യയിൽ? വേറെ ഈ കേരളമല്ലാതെ ഇപ്പോഴും വേറൊരു സ്റ്റേറ്റ് ഉണ്ടോ? ഇവിടെ ഈ ഇന്ത്യ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ എപ്പോഴെങ്കിലും ഒരു മന്ത്രിസഭയും എം പിമാരും എം എൽ എമാരും ആകെ കേന്ദ്ര അവഗണനയ്ക്കെതിരെ ഡൽഹിയിൽ പോയി സമരം നടത്തിയ പാരമ്പര്യമുണ്ടോ? ഇന്ന് കർണാടക അത് ചെയ്തു എന്നേ. ഞാൻ അങ്ങേ തടസ്സപ്പെടുത്തുകയല്ല, വസ്തുപരമായ വിഷയം ആവർത്തിക്കരുത്. ഇന്ന് കർണാടകം അത് ചെയ്തു. എന്താ അത്? ആയിക്കോട്ടെ, അവിടുത്തെ അല്ല, രാജ്യത്ത് ആദ്യത്തെ കാര്യം എന്നൊക്കെ പറഞ്ഞ് അവതരിപ്പിക്കരുത്, അത്രയേ ഉള്ളൂ. പ്രഖ്യാപിച്ചത് മാത്രമല്ല, കോൺഗ്രസ് ആദ്യമായിട്ട് പ്രഖ്യാപിച്ചത് ഞങ്ങളാണെന്ന്. ഇന്ത്യ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഭരണഘടനയുടെ 131 വകുപ്പ് അനുസരിച്ച് ഇതിൽ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ട ആദ്യത്തെ സ്റ്റേറ്റ് കേരളമാണ്. നിങ്ങൾ ഇതിനാ സത്യത്തിൽ കാണാതിരിക്കുന്നത്? സുപ്രീം കോടതിയിലെ കാര്യമല്ലല്ലോ ഞാൻ ഖണ്ഡിച്ചത്. കേരളമാണ്. അല്ലല്ല, ഈ രൂപത്തിൽ മന്ത്രിസഭ, എം എൽ എമാർ, എം പിമാർ ഇവരെല്ലാം ഒന്നടങ്കം കേന്ദ്രത്തിനെതിരെ സമരമുഖം തുറക്കുന്നത് നടാടെയാണെന്ന് പറയുന്ന തെറ്റ്, ആ റെക്കോർഡ് കർണാടക കൊണ്ടുപോയി. നിങ്ങൾക്ക് ആളുകൾക്ക് കേട്ടാൽ മനസ്സിലാവുന്ന നിങ്ങളിതിനകത്ത് ദുർവ്യാഖ്യാനം ചെയ്യുന്നത്. ഞാൻ പറഞ്ഞത് ഭരണഘടന 131 ആർട്ടിക്കിൾ അനുസരിച്ച് ഈ പ്രശ്നത്തിൽ ഇടപെടണമെന്ന് സുപ്രീം കോടതിയിൽ ചെന്ന് വാദിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യയിൽ ആദ്യ സ്റ്റേറ്റ് കേരളമാണ്. ഈ ഇന്ത്യ രാജ്യത്ത് എം പിമാരും എം എൽ എമാരും മന്ത്രിമാരും മുഖ്യമന്ത്രിയുമടക്കം സമരം നടത്തും കേന്ദ്രത്തിന് മുമ്പിൽ എന്ന് പ്രഖ്യാപിച്ച ആദ്യ സ്റ്റേറ്റ് കേരളമാണ്. അതിനുശേഷം കർണാടക എത്തി എന്നുള്ളത് ഞാൻ നിഷേധിക്കുന്നില്ലല്ലോ. നിങ്ങളെന്തിനാ ഈ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത്? അത്ര ഗൗരവമായൊരു സമരം തികമുട്ടിയിട്ട് ഒരു സംസ്ഥാനം, നമ്മൾ കേന്ദ്ര ഗവൺമെൻറ് ശത്രുവൊന്നുമല്ലല്ലോ. നമ്മളെല്ലാം നൽകുന്ന നികുതി വെച്ചല്ലേ നരേന്ദ്രമോദി രാജ്യം ഭരിക്കുന്നത്. നമുക്ക് അവകാശപ്പെട്ട സമ്പത്തല്ലേ നമ്മൾ ചോദിക്കുന്നത്. ഇത്ര അന്യായമായൊരു നിലപാട് കേന്ദ്രം സ്വീകരിക്കുമ്പോൾ അതിനെതിരെ അതിരൂക്ഷമായൊരു സമരം, ഇന്ത്യ കണ്ടിട്ടില്ലാത്തൊരു സമരം ഇവിടെ ആരംഭിക്കുമ്പോൾ അതിൻ്റെ കൂടെ നിൽക്കാൻ കേരളത്തിലെ മാധ്യമമായ 24-ന് ചുമതലയുണ്ട് എന്ന് ഞാൻ പറഞ്ഞത്. അല്ലാതെ ഈ സമരം ദുർബലപ്പെട്ടിരിക്കുന്നു, ഈ സമരത്തിൽ പറയാൻ ശക്തിയില്ല, എന്താ പിന്നെ പോയിട്ട് അവിടെ വെടിവെക്കാനാണോ പോകുന്നത്? അല്ലല്ലോ. ഈ വിഷയം രാജ്യത്താകെ ചർച്ചാ വിഷയമാണ് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് എല്ലാ മാധ്യമങ്ങളിലും. നിങ്ങൾ ദേശീയ മാധ്യമങ്ങൾ നോക്കുക, എത്ര ഗൗരവത്തോടെയാണ് അവർ ഈ വിഷയം കൈകാര്യം ചെയ്യുന്നത്. നിങ്ങൾക്ക് ആകെ സ്ഥാപിക്കേണ്ടത് എന്താ? ഇവർ BJP-യുമായിട്ട് ചങ്ങാത്തത്തിലാണ്, അവർ എതിരായിട്ടൊന്നും പറയില്ല, അവർ പേടിച്ചിവർ നിൽക്കുന്നു. ഇത് സ്ഥാപിക്കാനാണല്ലോ നിങ്ങൾ ചർച്ച. അല്ലെങ്കിൽ ചർച്ച നടത്തേണ്ട കാര്യം എന്താ? ഇന്ന് നടത്തേണ്ട ചർച്ച നാളെ കേരളം ഒറ്റക്കെട്ടായി നടത്തുന്ന ഇതിനെ അനുകൂലിച്ചുകൊണ്ടും ജനങ്ങളുടെ കൂടെ നിന്നുകൊണ്ടല്ലേ ആ രൂപത്തിലുള്ള പ്രതികരണമാകണമായിരുന്നു മുഖ്യമന്ത്രിയിൽ നിന്ന് വരേണ്ടത്. അതല്ലാതെ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പോലെയുള്ള കുറെ കാര്യങ്ങൾ പറയുക, അത് പറയണം. പക്ഷെ അതിനേക്കാൾ ശക്തമായി ഉയരേണ്ട ഒരു രാഷ്ട്രീയമായ നിലപാടുണ്ടായിരുന്നു. അതിന്റെ അഭാവമുണ്ടെന്നേ, അതിന്റെ അഭാവമുണ്ട്.